മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ് യുദ്ധസമാനമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രക്ഷാപ്രവർത്തനത്തിന് NDRF ഇപ്പോൾ സ്ഥലത്തുണ്ട്. അതോടൊപ്പം അർദ്ധസൈന്യവും കൂടി അങ്ങോട്ട് എത്തിച്ചേരുമെന്നുള്ളതാണ്. കൂടുതൽ സൈന്യത്തിനെ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. കാളിദാസൻ, അപകടത്തിൽ 30 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഏതൊക്കെ സംഘങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിൽ അവിടെ ഉള്ളത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അവര് 30 മരണം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതിനെ ഒരു സ്ഥിരീകരണമൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. 30 മരണം എന്നുള്ളത് അത്തരത്തിലൊരു മരണം ഉണ്ടായേക്കാം എന്നുള്ളൊരു സാധ്യത മാത്രമേ നമുക്ക് കണക്കുകൂട്ടാൻ പറ്റൂ. കാരണം വലിയൊരു അപകടം തന്നെയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള ഒരു അപകടമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 220 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളുമാണ് അതിലുണ്ടായിരുന്നു. ക്യാബിൻ ക്രൂ ആയിട്ട് 12 പേരും 220 യാത്രക്കാരുമാണ് എന്നുള്ളതാണ്. ഡൽഹിയിൽ നിന്നും വന്ന വിമാനമാണ്. അത് അഹമ്മദാബാദിലെത്തി. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന വിമാനമാണ്. അഹമ്മദാബാദിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ബോയിങ് 787 ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ് എന്നുള്ളതും കൂടിയാണ്. ഇപ്പോൾ അവിടെ NDRF സംഘം അടക്കം ഉണ്ട്. 99 അംഗ NDRF സംഘമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അർദ്ധസൈന്യവും അടക്കം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകും എന്നുള്ളതും കൂടി അറിയാൻ സാധിക്കും. അതെ കാളിദാസൻ, 11 വർഷം പഴക്കമുള്ള വിമാനമാണ് തകർന്നു വീണത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജനവാസ മേഖലയിൽ ആണ് പ്രധാനമായിട്ടും ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 242 യാത്രക്കാരാണുള്ളത്. രക്ഷാദൗത്യം ഇപ്പോൾ എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാദൗത്യം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും എടുത്തതാണ്. അപ്പോൾ ഈ ടേക്ക് ഓഫിന് 5 മിനിറ്റിന് ശേഷം എന്നുള്ളത് 5 മിനിറ്റിന് ശേഷമാണ് ഈ ദുരന്തം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം 5 മിനിറ്റിന് ശേഷം എന്ന് പറയുമ്പോൾ വിമാനം ഈ ഒരു റൺവേ ഭാഗത്തു നിന്നും എത്രയോ വിട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു പ്രദേശത്ത് അല്ലെങ്കിൽ ജനവാസ കേന്ദ്രമായിട്ടുള്ള പ്രദേശത്തേക്ക് പൊട്ടിത്തെറിച്ചിരിക്കും. അത്തരത്തിൽ ചില ദുരന്തങ്ങളും ചിലപ്പോൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ അത്തരത്തിൽ ചില ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജനവാസ മേഖലയിലായതുകൊണ്ട് കൃത്യമായി ഈ അഹമ്മദാബാദ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് മേഘാനി എന്ന പ്രദേശത്താണ്. അപ്പോൾ ഈ മേഘാനി പ്രദേശത്തെ ജനങ്ങൾ എത്തരത്തിലാണ് ഇതിനോട് പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഇതിന് ശേഷം ഇപ്പോൾ അതിൽ അത്തരത്തിൽ തകർന്നു വീണതിൽ കാഷ്വാലിറ്റികൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ശേഷമായിരിക്കും. ഇപ്പോൾ ഒരുമിച്ച് അവിടെ ആർക്കൊക്കെ അപകടം പറ്റിയിട്ടുണ്ടോ അതിനെ പറ്റി, ഈ ഒരു ദുരന്തത്തിൽ ആർക്കൊക്കെ അപകടം പറ്റിയിട്ടുണ്ടോ അത്തരത്തിൽ ആൾക്കാരെ എല്ലാം ആശുപത്രിയിലേക്ക് പ്രവേശിക്കും. ഗുരുതര പരിക്കുകളോ അല്ലെങ്കിൽ നിസ്സാര പരിക്കുകളോ എന്നുള്ളതൊക്കെ തരം തിരിച്ച് കൃത്യമായി തന്നെ അവർക്ക് വേണ്ട ചികിത്സയൊക്കെ നൽകും എന്നുള്ളതാണ്. എന്തായാലും ജനവാസ മേഖലയിലാണ് എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു വസ്തുതയാണ്. ചില നിഗമനങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വിമാന അപകടത്തെ സംബന്ധിച്ച് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ ഒരു വിമാനത്തിന്റെ ഭാഗത്ത്, അതായത് ചിറകിന്റെ ഭാഗത്തു നിന്നുമെല്ലാം അല്ലെങ്കിൽ പുറകയിൽ നിന്നെല്ലാം പുക വരുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ചില നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നുള്ളതും കൂടിയാണ്. DGCയുടെ ഭാഗത്തു നിന്നും കൃത്യമായ വിവരങ്ങൾ അത്തരത്തിൽ DGC എത്തരത്തിൽ അറിയിക്കുന്നു അത് മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റൂ. അതിൽ നിന്ന് മാത്രമേ നമുക്ക് വ്യക്തത ലഭിക്കൂ. നിലവിൽ ലഭിച്ച വിവരമാണ് ഈ ടേക്ക് ഓഫിന് ശേഷം, ടേക്ക് ഓഫ് കഴിഞ്ഞ് 5 മിനിറ്റിന് ശേഷമാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. 1:39 ഇത്തരത്തിൽ ടേക്ക് ഓഫ് ഈ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. റൺവേ 23 ഈ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്തത് എന്നുള്ളതാണ്. ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ്. ഇത്തരത്തിൽ എയർ ഇന്ത്യയുടേതാണ്. ഈ വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ്. 90 അംഗ NDRF സംഘം അവിടെ ഉണ്ട്. ഒപ്പം അർദ്ധസൈന്യവും കൂടി അങ്ങോട്ട് എത്തുമെന്നുള്ളതാണ്. 30 മരണം റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിൽ 30 മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വ്യക്തതയ്ക്കായി നമുക്കിനിയും കാത്തിരിക്കേണ്ടി വരും. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക തന്നെയാണ്. കാളിദാസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 30 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അതുപോലെ തന്നെ പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ കാളിദാസൻ?